ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ സ്പെഷ്യലാണ്. നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും റെസിപ്പികളും കാര്യങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്കിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നു. ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ ഡെയിലി ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ. എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഹറിബറി ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ കാര്യമാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളാണ് നമ്മളെ ജോലികളും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറച്ച് നമ്മൾ സാധാരണ എണീക്കുന്നതിനും 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് എണീറ്റാൽ തന്നെ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും കിട്ടുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 6 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ അതൊരു 5:30 അല്ലെങ്കിൽ 5 മണി ഒക്കെ ആക്കി നോക്കുക കേട്ടോ. പക്ഷെ അങ്ങനെ ആക്കണമെങ്കിൽ രാത്രിയിലത്തെ കിടത്തവും കറക്റ്റ് ആവണേ. ഒരു 10 മണിക്ക് മാക്സിമം ഒരു 10 മണിക്കെങ്കിലും കിടക്കുക. ഡെയിലി ഉള്ള കാര്യങ്ങൾ കേട്ടോ. ഇടയ്ക്ക് നമുക്കിപ്പോൾ ഗസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോവുക അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. പക്ഷെ നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇടയ്ക്കൊന്ന് വന്നു പോകുന്ന അങ്ങനത്തെ അത് പ്രശ്നമില്ല. ഡെയിലി നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് 10-10:30 അതിൻ്റെ ഉള്ളിൽ തന്നെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ തന്നെയാണ് നമുക്ക് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ. അപ്പോൾ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ ഇന്നലെ കഴുകി ഉണങ്ങാനായിട്ട് നമ്മൾ വെക്കുമല്ലോ രാത്രിയിലത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് മെഷീനിലിടട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് പ്രയറിനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് നമ്മൾ സാധാരണത്തേക്കാളും കുറച്ച് കൂടുതൽ സമയം നമ്മൾ വെള്ളിയാഴ്ച കൊടുക്കൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള നമുക്ക് വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് തോന്നുന്നു. അപ്പോൾ ഓരോരോ പണികൾ അങ്ങനെ എന്താ പറയുക ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റലുണ്ട് കേട്ടോ. ഇല്ല ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കിച്ചണിലേക്ക് കയറി വന്നാൽ എല്ലാ പണിയും അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കളിക്കുകയാണ് ചെയ്യുക. ടൈം അങ്ങനെ പോവും. പ്രത്യേകിച്ച് റഫീഖൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ. നമുക്കൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒന്ന് നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് സിമ്പിളാക്കി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുറേ ഒരു 2 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് പണികൾ എടുക്കേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ കിടന്നാൽ തന്നെ നമുക്ക് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഉച്ചയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പണ്ടൊക്കെ കുറച്ച് സമയം കിടക്കുമായിരുന്നു, കുറച്ചധികം സമയം കിടക്കുമായിരുന്നു കേട്ടോ. അത് വേണ്ടാത്ത ശീലമായിരുന്നു. ഇപ്പോൾ പിന്നെ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് അത്രയൊന്നും സമയം കിട്ടില്ല. എന്നാലും 1 മണിക്കൂർ ഞാൻ എന്തായാലും കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. 1-1.5 മണിക്കൂർ കിടക്കാൻ വേണ്ടി എന്തായാലും ശ്രദ്ധിക്കലുണ്ട്. അതിനിപ്പോൾ എന്തിൻ്റെ പേരിലായാലും കാര്യം മെയിനായിട്ട് ഞാനത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം എനിക്ക് ഈ കറക്റ്റ് 4 മണിക്ക് എണീക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് ആ ഒരു മണിക്കൂറത്തെ ഉറക്കം ഉച്ചയ്ക്ക് കിട്ടിയാലേ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക എണീറ്റിരുന്നാലും വലിയ ഉഷാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് മൈഗ്രെയിൻ വരും, തലവേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഉറക്ക് ഞാൻ കറക്റ്റാക്കിയിട്ട് തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോയാലേ എനിക്ക് അങ്ങനെ എണീക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിച്ച് കൊണ്ടുപോകലുണ്ട്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് 4 മണിക്ക് എണീക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങുന്ന സമയം കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. എന്നാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നുണ്ടാക്കുന്നത്. ഞാൻ മീൻ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ രാത്രി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കും കേട്ടോ. വെള്ളം ഒഴിക്കൂല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലേ ഫ്രീസാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് രാവിലെ ആകുമ്പോഴത്തേക്കും ഐസെല്ലാം തണുപ്പ് വിട്ട് വെള്ളമായിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ആ ഒരു തണുപ്പ് നല്ല തണുപ്പ് ഉള്ളത് കൊണ്ട് ആ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഇത് കീപ്പ് ചെയ്യുകയും ചെയ്യും, ഫിഷ് കേടാവുകയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് മീനെല്ലാം ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ദോശക്കുള്ള മാവ് അരി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഈസി പീസി ദോശയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക മീൻ കറീൻ്റെ കൂടെ എല്ലാ കറീൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോവും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ. ഒന്നുമില്ല,
പച്ചരി ഒരു ഗ്ലാസ് പച്ചരി ആണെങ്കിൽ 1/2 ഗ്ലാസ് ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ദോശ ചുടുക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഒരു മീൻകറി, ഒരു സ്പെഷ്യൽ മീൻകറിയും കൂടെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെയായിട്ട് ആവശ്യത്തിലുള്ള തേങ്ങ എടുക്കുക. പിന്നെ ഒരു 5-6 അല്ലി ചുവന്നുള്ളി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ, അതൊക്കെ നമുക്ക് മീനുള്ളതിനനുസരിച്ച്, കറി എത്രയും വേണ്ടത് അതിനനുസരിച്ച് കേട്ടോ. ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വലിയ തക്കാളിയാണെങ്കിൽ ഒരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു പകുതി നമുക്ക് കറിയിലേക്കും എടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മസാലപ്പൊടികളും കൂടെ ചേർത്തിട്ട് മീനിന് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കറിക്കില്ലേ ഏത് മീനിലും ഇത് കറി വെക്കാം കേട്ടോ. നമ്മളെ മത്തി, അയില അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള മീൻ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങ എത്രയാണോ, കറി എത്രയോ വേണോ വേണ്ടത് അതിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. 3-4 ടീസ്പൂണൊക്കെ എടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി അപ്പോൾ ഇതാ പുളിക്ക് വേണ്ടി ഞാൻ കുടംപുളിയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പുളിയാണെങ്കിലും വേണ്ടിയിട്ട് എടുക്കാം. ചിലർ വിനാഗിരിയൊക്കെ ചേർക്കലുണ്ട് കേട്ടോ മീൻകറി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് വിഷയമില്ല. പിന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു 1-2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതെരിവ് കറക്റ്റായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തു, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നീട് ചെക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എന്നാൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതാ കറീൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരുപാട് ടൈറ്റ് നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് മീനാണോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇത് തിണ്ട മീനില്ലേ അതാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതുവരെ അടുപ്പിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇനിയാണ് നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അടച്ച് വെച്ചിട്ട് മീൻ വേവുന്നവരെ കുക്കാക്കി എടുക്കുക. അതാണ് കേട്ടോ കണക്ക്. എന്നിട്ട് നമുക്കൊരു വറവും കൂടെ ഒഴിച്ചെടുത്താൽ നമ്മൾ മീൻകറി റെഡിയായി കിട്ടും. ആ ഒരു സമയം ഞാനവിടെ ദോശക്കല്ലും വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശയും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ മാവ് അരപ്പ് റെഡിയാണല്ലോ, കുറച്ച് തിക്കായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ടൈറ്റല്ല, ഞാൻ കാണിച്ചു തരാം. എന്നാൽ നമ്മൾ സാധാ ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കില്ലേ, പച്ചരി മാത്രം അരച്ചിട്ട്, അതല്ല കേട്ടോ. അത് നല്ല മാക്സിമം ലൂസാണ് വേണ്ടത്. ഇതാ ഈ ഒരു ടൈപ്പിൽ നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഇത് ഓരോ തവി ഒഴിച്ചിട്ട് നമുക്ക് കല്ല് ചൂടാകുമ്പോൾ ചുട്ടെടുക്കാം. എണ്ണ ചേർക്കണമെങ്കിൽ ചേർക്കാൻ, ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരുപാട് ഇങ്ങനെ നൈസായിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് മുകളിലിങ്ങനെ ആറി വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആറി വേവാനൊന്നും നിൽക്കണ്ട. വേണമെങ്കിൽ അടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അടച്ചു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് സെക്കൻഡുകൾ വെച്ചിട്ട് അങ്ങ് എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ദോശയാട്ടോ കിട്ടും. ഇതിങ്ങനെ കാസറോൾ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമേ. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ വേറൊന്നും പത്തിരി അങ്ങനത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നൊരു എളുപ്പക്കടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ ലൂസായിട്ട് അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയല്ലേ, അപ്പോൾ അതൊക്കെ. പിന്നെ മീൻ കറി, ബീഫ് കറി, ചിക്കൻ കറി, എല്ലാ കറീൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനുമാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാ സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. അപ്പോൾ ഇതാ നമ്മൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ മീനൊന്നുകൂടെ ഒന്ന് വെന്തൊക്കെ വരട്ടെ. അപ്പം നമ്മൾ ദോശ അപ്പുറത്ത് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പാകത്തിന് സെറ്റായി, മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഞാൻ പറഞ്ഞല്ലോ, കറി എങ്ങനെയാണ് കുറുകിയത് ലൂസായത് അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. പിന്നെ ചുവന്നുള്ളിയിലോ ഉലുവയിലോ വറവിട്ടെടുക്കാം. ഞാനിപ്പോൾ നമുക്കിവിടെ ഉലുവ മസ്റ്റാണ് കേട്ടോ. ഉലുവയും കറിവേപ്പിലയും ഇട്ടിട്ട് വറവിട്ടെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി എടുക്കാം കേട്ടോ, കറിവേപ്പിലയും കൂടെ എടുക്കാം. നമ്മളിവിടെ കൂടുതലും ഉലുവയാണ് കേട്ടോ യൂസ് ചെയ്യുക. ചുവന്നുള്ളി യൂസ് ചെയ്യും, പക്ഷേ കൂടുതലും ഉലുവയാണ് യൂസ് ചെയ്യുക. ഓരോ സ്ഥലത്തും ഓരോ രീതിയല്ലേ, നമ്മളിവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിക്കാം. ഒരു 8 മണി 8:15 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റഫീഖാക്കും കൊടുക്കട്ടെ ആദ്യം. അപ്പോൾ ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ദോശ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. ഞാൻ വീഡിയോ ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അയില, മത്തി അങ്ങനത്തെ ചെറിയ മീനില്ലേ, അതാകുമ്പോൾ കറി വെക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മാന്തളൊക്കെ അല്ലേ, അപ്പോൾ അത് വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. കഷ്ണമീനിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ ഇപ്പം ഞാനെടുത്ത് ഈ തിണ്ട മീനിനേക്കാളും
അങ്ങനത്തെ മീനൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ ഓർത്ത് ഇവിടെ എടുത്തു വെച്ചതാണ്. ഇന്നലെ ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് തന്നെ എടുത്തു വെച്ചതാണ് കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് ഏതാണ് കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാനൊക്കെ നല്ലത്, ഗ്ലാസ്സൊക്കെ തുടക്കാൻ നല്ലതെന്ന്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങളിത് കണ്ടിട്ട് നോക്കിയിട്ട് വാങ്ങിച്ചോട്ടോ. ഓൺലൈനും അതുപോലെ തന്നെ ഷോപ്പിലും ഒക്കെ കിട്ടും ഇതൊക്കെ. അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ എത്രയോ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുമ്പോൾ നമുക്ക് വെള്ളം അവിടെ ഇങ്ങനെ എന്താ പറയുക, വെള്ളത്തിൻ്റെ പാട് നിൽക്കുന്നതായിട്ട് തോന്നും. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് 2 എണ്ണത്തിന് 75 രൂപ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ വരുന്നത്. പല സ്ഥലത്തും പല റേറ്റാണ്. ഇത് ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കുറച്ച് നാൾ മുമ്പ് കേട്ടോ. ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അന്ന് ലിങ്ക് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതും അടിപൊളി സാധനമാണ് കേട്ടോ. മറ്റേതിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണിത്. പക്ഷെ രണ്ടും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യും. നമുക്ക് പൊടികളൊക്കെ തുടക്കാനും കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാനും ഗ്യാസ് ഒക്കെ തുടക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതും ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ചെറുതാണ്, പക്ഷേ മൈക്രോ ഫൈബർ ക്ലോത്താണ്, നല്ലതാണ് കേട്ടോ. നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഏരിയയൊക്കെ തുടക്കാൻ, ഗ്യാസ് അങ്ങനത്തെ ഒക്കെ തുടക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അടിപൊളിയാണ്. അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ ഈ ബ്ലൂ ഇല്ലേ, ഓക്കെ, ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ, ഇതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടല്ലോ, അതിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രോ സ്റ്റോറിൻ്റെ ലിങ്ക് കയറിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഈ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ടവല് നമുക്ക് ഗ്യാസ് തുടക്കാനും കൗണ്ടർ ടോപ്പ് തുടക്കാനും ഗ്ലാസ്, ഫ്രിഡ്ജ് എല്ലാം ക്ലീൻ ചെയ്യാനും ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ചോദിച്ചവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ ഈ ബ്ലൂ ഇല്ലേ, ഇത് ഗ്രോ സ്റ്റോർ എന്നല്ല, ഇത് ഞാനിവിടെ നെസ്റ്റോന്ന് വാങ്ങിയതാണ്. ഇത് ഇങ്ങനെ 2 എണ്ണം ഒരു സെറ്റായിട്ട് അല്ലെങ്കിൽ 5-6 എണ്ണം ഒരു സെറ്റായിട്ടൊക്കെ അങ്ങനെ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് കിച്ചൺ എന്താ പറയുക, എനിക്ക് ഫുൾ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ്ങിനല്ല, നമ്മൾ കിച്ചൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടച്ച് പോകില്ലേ, വൃത്തികേട് അപ്പം നീക്കി പോകില്ല, അത് ബെസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ നനച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് തുടച്ചെടുക്കാൻ എനിക്കത് ഇഷ്ടമല്ല. കംപ്ലീറ്റ് തുടച്ചെടുക്കാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല റെഡ്, ആ ഒരു വയലറ്റ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് കേട്ടോ അടിപൊളി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ആ കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുക. നിങ്ങളെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഇത് കൗണ്ടർ ടോപ്പ് തുടക്കാനും അതുപോലെ തന്നെ ഗ്ലാസ് തുടക്കാനും ഫർണിച്ചർ തുടക്കാനും വുഡ് എന്തിനാണെങ്കിലും ടേബിളിൻ്റെ ഗ്ലാസ് ഇതൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. ക്ലീൻ ചാം ഞാൻ പറഞ്ഞുതരാം. ക്ലീൻ ചാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നല്ലത് നോക്കി വാങ്ങണം കേട്ടോ. കുറച്ച് വലുത് നോക്കിയിട്ട് വാങ്ങിക്കണം. 200 സംതിങ് അങ്ങനെ എന്തോആണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റൊന്നും ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതൊരെണ്ണം കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊടിയോ ഒന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. എവിടെ നമുക്ക് തുടക്കാനാണെങ്കിലും. പിന്നെ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ചെറിയൊരു നനവോട് കൂടി തന്നെയാണ്. ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണക്കി ആറിട്ട് അങ്ങനെ ഒന്നും എടുക്കരുത്. ചെറിയൊരു നനവോട് കൂടിയിട്ട് ഇതുപോലെ നമ്മൾ ബോട്ടിലിൽ മടക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഡ്രൈ ആക്കി വെക്കരുത്. അതുപോലെ തന്നെ അത് വാഷ് ചെയ്യാനാണെങ്കിലും കയ്യിൽ നമ്മൾ സോപ്പ് പൊടിയിൽ ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുക. ഇതും എൻ്റെ അടുത്ത് ലിങ്കും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ചെറുതൊക്കെ കിട്ടും. പക്ഷേ അതുകൊണ്ട് എനിക്ക് അത്ര യൂസ്ഫുൾ ആണോ എന്ന് തോന്നിയിട്ടില്ല. കഴിയണം നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലീൻ ചാം അതാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത്. കണ്ട അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ വലിയ ബിഗ് സൈസ് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. ഇതിൻ്റെ കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയുള്ളത് തന്നെ വാങ്ങണം. കുറേ നാളിരിക്കും കേട്ടോ. നമുക്ക് വർഷങ്ങളോളം അത് ഇരുന്നോളും. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ക്ലീനിങ് ഞാൻ പറഞ്ഞില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വേഗം ക്ലീനിങ്ങിന് ഒരുപാട് ടൈം ഇന്ന് ഞാൻ എടുക്കലില്ല കേട്ടോ. അധികം വെള്ളിയാഴ്ച ക്ലീനിങ് ഒന്ന് സിമ്പിളാക്കുകയാണ് ചെയ്യുക. കാരണം നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവില്ലേ. കുക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് നേരത്തെ നമസ്കാരവും പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറാനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അങ്ങനെ കുറേ ഇങ്ങനെ ലാഗായിട്ട് നിൽക്കാതെ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു, ഒന്ന് അടിച്ചു വാരുകയും കൂടെ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മളെ അലക്കാനിട്ടതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടുകയും കൂടെ ചെയ്യട്ടെ. ഇനി ഞാൻ ഇന്ന് രാവിലെ കുളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ അതിനിടക്ക് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് കാന്താരി നമുക്കൊരു ഫ്രണ്ട് തന്നതാണേ. അപ്പോൾ കാന്താരി അന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ബോക്സിലാക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് കേടൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ കേട് വരില്ല. നമുക്ക് ഉപ്പേരിയിലേക്കോ കറികളിലേക്കോ ചമ്മന്തിയിലേക്കൊക്കെ അതിൽ നിന്ന് എടുക്കാം. ഒരുപാട് നാൾ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ കേട്ടോ, വെറുതെ ഉപ്പിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിനി കുറച്ച് നമ്മൾ സുർക്കയിലിട്ട് വെക്കൂലേ, വിനാഗിരിയിലിട്ടിട്ട്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുകയാണ് കേട്ടോ. ഒരു ബോട്ടിലാക്കിയിട്ട് വെള്ളവും വിനാഗിരിയും കൂടെ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഉപ്പിട്ടിട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെയും ചെയ്യലുണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് വിനാഗിരി ഒന്നും ഒഴിക്കാതെ അത് വേഗം ഉപ്പ് പിടിക്കുകയും ചെയ്യും. വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അങ്ങനെ ഉപ്പ് പിടിക്കും അതിലേക്ക്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിനാഗിരിയിലൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് കഴിക്കുന്നതിനേക്കാളും അതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ചോറിൻ്റെ കൂടെ ഒക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. അതൊന്നും ചെയ്യാതെ ഉപ്പിട്ടിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. കറികൾക്കൊക്കെ യൂസ് ചെയ്താൽ അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമല്ലോ. അങ്ങനെ പാകത്തിനെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പകുതി മുക്കാൽ ഭാഗവും തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തു, തണുത്തത്. അതിനുശേഷം കുറച്ച് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ കുളിക്കാൻ കയറിയിട്ടില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു മടി കയറിയതാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മളെല്ലാവരും കുടിച്ചു, റഫിക്കാൻ കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലോറ് നമസ്കാരവും കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് തക്കാളി, ഒരു മീഡിയം സൈസ് സവാള, ഒരു മാഗി ക്യൂബ്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 4 പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ സവാളയും തക്കാളിയും കൂടെ ഞാനൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ 1/2 കിലോ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 1/2 കിലോയിലേക്കുള്ള അളവാണ് ഞാൻ എല്ലാം പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഇത്രയും ഇട്ടിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഒരുപാട് വഴണ്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയേ. പിന്നെ ചെറിയ ജീരകമൊന്നും ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ പറഞ്ഞ അളവിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂണെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അതിൽ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിപ്പോണ്ട. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇതാ ഒരു മാഗി ക്യൂബ് കേട്ടോ, 1/2 കിലോയിലേക്കുള്ള അളവാണ്. ഒരു മാഗി ക്യൂബും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മധൂത്താണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 2 മിനിറ്റ് അവിടെ കുക്കാവട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണം. മസാല ഒന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ, ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനെയുള്ള മല്ലി എടുക്കുക, ഒരു 6 ഏലക്ക എടുക്കുക, 6 ഗ്രാമ്പു എടുക്കുക, ഒരു വലിയ കഷ്ണം പട്ട അതെടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ വലുതില്ലാത്തതുകൊണ്ട് ഞാനിത് ഒരു ചെറിയ പീസ് ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം എടുത്താൽ മതി. പിന്നെ കുരുമുളക്, ജീരകം, ഇതൊന്നും ഒരുപാട് ആവരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക്, ഇത്രയും എടുത്തിട്ടുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുണ്ടായിട്ടില്ല. ഇങ്ങനെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇനി അതവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയില്ലേ അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി പൊടിച്ചതുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കിലോയിലേക്കുള്ള അളവാണ് ഞാനിപ്പോൾ മസാല പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ.
അതൊന്ന് മിക്സ് ആക്കി കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കനിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ബിരിയാണി പീസാണ്, മന്തി പീസ് വലിയ പീസ് എടുത്താലും നല്ല തന്നെയാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പിങ്ക് കളർ പോയിട്ട് വൈറ്റ് കളർ ആവണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ആണ് എടുത്തിട്ടത്. ഗോൾഡ് ആയതുകൊണ്ട് തന്നെ അരമണിക്കൂർ ഞാനൊന്ന് കുതിർത്ത് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ നിങ്ങൾ കുതിർക്കേണ്ട കാര്യമില്ല, കഴുകിയിട്ട് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാട്ടോ നമ്മൾ എടുക്കേണ്ടത്. 2 അരിയാണെങ്കിലും ആ ഒരു കണക്കിന് എടുത്താൽ മതി കേട്ടോ. ഗോൾഡ് റൈസ് ആണെങ്കിൽ കുതിർക്കണം, എന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് സെയിം ഇത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഉപ്പും കൂടെ പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് പാകാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക. എൻ്റെ കുക്കർ എനിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്, വലിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മധൂത്ത് നല്ല കിഡിലും ടേസ്റ്റുള്ള മധൂത്ത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചത് റഫീഖാനെ കാണാൻ സ്റ്റേഷനിൽ നിന്ന് അവരുടെ കൂടെയുള്ളവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കാണാം. കുറേ പേര് ചോദിക്കലുണ്ട് റഫീഖ ഓക്കെ ആയോ എന്ന്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകാനായിട്ടുണ്ട്. മാഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. പനിയോ? നല്ല പാരസെറ്റമോൾ അടിച്ചേ, 3 നേരം അടിച്ച് റെഡിയാവും. അപ്പോൾ ഇതാ നമ്മൾ കുക്കറൊക്കെ ഞാൻ ഓപ്പൺ ആക്കി നല്ല അടിപൊളിയായിട്ട് റൈസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എന്താ പറയണ്ടേ, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി, ഞാൻ ഉണ്ടാക്കിയ മന്തി, ഒന്നുമല്ല കേട്ടോ. നിങ്ങളതൊക്കെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളവരല്ലേ. ഒന്നുമല്ല, ഇതൊക്കെ മാറ്റി വെക്കാൻ പറ്റും ഈ ഒരു റൈസിൻ്റെ മുന്നിൽ കേട്ടോ. ഈ ഒരു റൈസ് ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും. നല്ല അടിപൊളിയായിട്ട് നല്ല റൈസൊക്കെ കണ്ടോ, നല്ല പൂ പോലത്തെ റൈസ് നമുക്ക് കിട്ടും. ഇത് തണുത്ത് കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഞാൻ കാണിച്ചു തരാം. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും. നല്ല എന്താ പറയുക, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസും കേട്ടോ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ചിക്കനൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അത്രയും അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ വേറൊരു രീതിയിൽ മധൂത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഈ മസാലകൾ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ കിഡിലെ ടേസ്റ്റുള്ള മധൂത്ത്, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ വെറുതെ പറയുന്നേ അല്ല കേട്ടോ. ഒന്നുകിൽ ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ ഞാൻ ഈ റൈസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഞാൻ മുന്നേ മധൂത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര എന്താ പറയുക, ടേസ്റ്റിയാണ്. പക്ഷെ ഞാൻ ഇത്ര നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതിനേക്കാളും നല്ല ഞാൻ ഇതുവരെ കഴിച്ച എല്ലാ റൈസിനേക്കാളും അതിൻ്റെ മുകളിൽ വരുന്ന ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഞാൻ പറഞ്ഞതുപോലൊക്കെ തന്നെ അങ്ങ് ചെയ്തിട്ടുണ്ടാക്കണം. മസാലപ്പൊടികളൊന്നും കൂടുകയോ കുറയോ ഒന്നും ചെയ്യാതെ കറക്റ്റ് അളവിലെടുത്താൽ നിങ്ങൾക്കും ഈ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളൊരു സലാഡും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ആപ്പിളും ഞാനൊരു 2 ആപ്പിളും അതിലേക്ക് ഒരു റോബസ്റ്റ പഴം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 റോബസ്റ്റ പഴം ഇട്ട് കൊടുത്തു. കുറച്ച് ഹണി, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തോ. കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ എരിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇനിയിപ്പോൾ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. മധുരവും ഉപ്പും കാര്യങ്ങളൊക്കെ പുളിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയിട്ടെടുത്തോ. ഈ റൈസ് ബിരിയാണി മന്തി ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസോ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ സാലഡ് ഉണ്ടാക്കിയിട്ടും കഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ദഹിക്കാനും അതുപോലെ തന്നെ വയറിനും ഒക്കെ നല്ലതായിരിക്കും.
സാധാ ഫുഡിൽ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സൈഡായിട്ട് നമ്മൾ സാലഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ കൂട്ടത്തിൽ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി റൈസ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കിക്കോട്ടോ, ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ മറ്റേ ചെറിയ കുക്കറിൽ ആദ്യം കാണിച്ചത് നിങ്ങൾക്ക് ഞാൻ ക്യാമറ വെക്കുന്ന സമയത്ത് നല്ല ക്ലിയറായിട്ട് അതിൽ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് അത് വെച്ചത്. അതിൽ തന്നെ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വേറെ ഏത് കുക്കറാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.